രണ്ടാം ലോകമഹായുദ്ധസമയത്ത് പതിനായിരക്കണക്കിന് ഹംഗേറിയൻ ജൂതന്മാരെ രക്ഷിക്കുന്നതിൽ സ്വീഡിഷ് നയതന്ത്രജ്ഞനായ റൗൾ വാലൻബെർഗ് നിർണായക പങ്കുവഹിച്ചു. 1944 ബുഡാപെസ്റ്റിലേക്ക് അയച്ച അദ്ദേഹം സ്വീഡിഷ് സംരക്ഷിത പാസ്പോർട്ടുകൾ നൽകാൻ തന്റെ സ്ഥാനം ഉപയോഗിച്ച് യഹൂദന്മാരെ സ്വീഡിഷ് പ്രജകളാണെന്ന് തെറ്റായി തിരിച്ചറിഞ്ഞ രേഖകൾ അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് നാടുകടത്തുന്നത് തടഞ്ഞു. ആയിരക്കണക്കിന് ആളുകൾക്ക് അഭയം നൽകി സ്വീഡിഷ് നയതന്ത്ര സംരക്ഷണത്തിന് കീഴിൽ വാലൻബെർഗ് സുരക്ഷിത ഭവനങ്ങൾ സ്ഥാപിച്ചു. നാടുകടത്തൽ നിർത്താൻ അഡോൾഫ് അഷ്മാൻ ഉൾപ്പെടെയുള്ള നാസി ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തുകയും ചെയ്തു. പലപ്പോഴും ഓഷ്വിറ്റ്സിലേക്ക് പോകുന്ന ട്രെയിനുകൾ അദ്ദേഹം തടഞ്ഞു. ജൂതന്മാരെ വലിച്ചിഴച്ച് സ്വീഡിഷ് സംരക്ഷണത്തിൽ പ്രഖ്യാപിച്ചു. നാസികളുടെയും ഹംഗേറിയൻ ഫാസിസ്റ്റുകളുടെയും ഭീഷണി ഉണ്ടായിരുന്നിട്ടും വാലൻബർഗിന്റെ ധൈര്യം ഒരിക്കലും കുലുങ്ങിയില്ല. 1945 തുടക്കത്തിൽ സോവിയറ്റ് റെഡ് ആർമി ബുഡാപെസ്റ്റിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം ഏകദേശം 1,00,000 ജൂതന്മാരെ രക്ഷിച്ചു. എന്നിരുന്നാലും സോവിയറ്റ് സൈന്യം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അവന്റെ വിധി അജ്ഞാതമായി തുടരുന്നു. അദ്ദേഹത്തിന്റെ വീരോചിതമായ പരിശ്രമങ്ങൾ നിസ്വാർത്ഥതയുടെയും ധാർമ്മിക ധീരതയുടെയും പ്രതീകമായി നിലകൊള്ളുന്നു.